കൊച്ചി വടുതലയിൽ ഒരു വീട്ടിലെ 5 പേര് മരിച്ചു കിടക്കുന്നതായി കാണപ്പെട്ടു. ഇന്ന് രാവിലെയാണ് ഇത് കാണപ്പെട്ടത്. അവരുടെ ജോലിക്കാരി ആ വീടിൻ്റെ അവിടെ വന്നപ്പോഴാണ്, ജനലിൽ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ആ വിവരം മനസ്സിലാക്കിയത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇവർ വടുതലയിൽ വലിയൊരു വീട്, ബൃഹത്തായ ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസമാണ്. അവർ തിരുവനന്തപുരം സ്വദേശികളാണ്. അവിടെ ആസ്റ്റർ മെഡിസിറ്റിയിലെ ചികിത്സയ്ക്ക് വന്നതാണ്. താമസം വടുതല ലൂർദ് ആശുപത്രിക്ക് സമീപം വലിയൊരു വീടെടുത്ത് താമസിക്കുകയാണ്. അവരുടെ അമ്മ ശ്രീകുമാരി, മകള് അശ്വതി എസ് നായരും 14ഉം 10ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾ, 2 വയസ്സുള്ള ഒരു പെൺകുട്ടി. ഇത്രയും പേരും ആ ബൃഹത്തായ വീട്ടിൽ മരിച്ചു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അയൽവക്കംകാരുമായിട്ട് വലിയ സഹകരണമൊന്നുമില്ല. കാരണം ഇവർ വാടകയ്ക്ക് വന്ന് താമസിക്കുകയാണ്. വടുതലയിലെ ധാരാളം കെട്ടിടങ്ങൾ ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാൻ കിടപ്പുണ്ട്. ഇത് നമ്മൾ ഇമാജിൻ ചെയ്യുന്നതിലപ്പുറം അത്ര ബൃഹത്തായ ഒരു വീടാണ്. 2 നില വീടാണ്. ഒരു വിദേശ പൗരൻ്റെയാണ്. ഇത് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുകയാണ്. എല്ലാ ഫർണിച്ചറുകളും അവിടെ തന്നെയുണ്ട്. തിരുവനന്തപുരത്തെ ഇവരെ വീട് വിറ്റ് എറണാകുളത്ത് വാടകയ്ക്ക് വന്ന് താമസിക്കുകയും ഇളയ കുട്ടിയുടെ ചികിത്സയും തന്നെയാണ്. അമ്മയും മകളും കൊച്ചുമക്കളുമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. തിരുവനന്തപുരം വിളപ്പിശാല കാരോട് കനകവികാറിൽ താമസക്കാരാണ്. മകളുടെ ഭർത്താവ് അടുത്ത കാലത്ത് മരണപ്പെട്ടു. സിറോസിസ് ലിവറായിരുന്നു, നല്ല മദ്യപാനിയായിരുന്നു എന്നൊക്കെ പറയുന്നു. ഏതായാലും 14ഉം 10ഉം 2ഉം വയസ്സുള്ള 3 കുട്ടികളാണ് അശ്വതി എസ് നായർക്കുള്ളത്. തിരുവനന്തപുരത്തെ വീട് അവർ വിറ്റെന്നാണ് പറയുന്നത്. അത് വിറ്റിട്ട് എറണാകുളത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഹോട്ടലിൽ നിന്നാണ് മിക്കവാറും അവർ ഭക്ഷണം വരുത്തി കഴിക്കുന്നത്. കുട്ടിയുടെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടാണ് എറണാകുളത്ത് വന്നത്. പക്ഷേ സാമ്പത്തികമായ വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. തിരുവനന്തപുരത്തെ വീട് വിറ്റ് കടം വീട്ടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടാവണം. അതിനുശേഷം എറണാകുളത്ത് കൊച്ചിൻ്റെ ചികിത്സയ്ക്ക് വന്ന് താമസിച്ചിട്ടുണ്ടാവണം. അവരുടെ പണമെല്ലാം തീർന്നിട്ടും ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അവർക്ക് ഇനി മുന്നോട്ട് ചലിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്ത് ഇതുപോലെയുള്ള നായർ ഫാമിലികൾ പല സംഭവങ്ങളും ഇപ്പം അടുത്ത കാലത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വളരെ അധികം സാമ്പത്തികമുള്ള പല നായർ തറവാടുകളും രണ്ടാമത്തെയും 3ാമത്തെയും തലമുറ കഴിഞ്ഞപ്പോൾ ക്ഷയിച്ചു പോയിരിക്കുന്നു. തിരുവനന്തപുരം കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ടുമൊക്കെ തിരുവനന്തപുരത്തിലെ ബൃഹത്തായ പല വീടുകളും ഒത്തിരി സ്വത്തുക്കളും ഉണ്ടായിരുന്ന വളരെയധികം നായർ തറവാടുകാരെ എനിക്കറിയാം. അവരുടെ 2ാമത്തെ 3ാമത്തെ തലമുറ എത്തിക്കഴിഞ്ഞപ്പം എല്ലാവരും സാമ്പത്തികമായി ക്ഷയിച്ചു. കഴിയാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ധാരാളം കുടുംബക്കാർ ഇനിയും തിരുവനന്തപുരത്തുണ്ട്. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, തിരുവല്ലത്തിനടുത്ത് ഒരമ്മയും മോളും നായേഴ്സാണ്. അവർ സൂയിസൈഡ് ചെയ്ത് ഭർത്താവുമായിട്ട് ചേർച്ചയില്ലാതെ വന്നു. ഭർത്താവ് വീട്ടിൽ വരുന്നില്ല. ഇവരെ കല്യാണത്തിന് ശേഷം അവരെ തഴഞ്ഞു. ഏതായാലും അമ്മയും മകളും അവിടുത്തെ തിരുവല്ലം പോലീസ് സ്റ്റേഷനിലും പൂന്തറ CA ഒക്കെ വിളിച്ച് കാര്യം പറഞ്ഞ് 2 പേരും ജീവൻ വെടിഞ്ഞതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അവർ പൊട്ടാസ്യം സയനൈഡാണ് കഴിച്ചത്. ഏതായാലും ഇതുപോലെ വളരെയധികം നായർ ഫാമിലി ക്ഷയിച്ച് അവർ സാമ്പത്തികമായി തകർന്ന് അവർ ജീവിതം വെടിഞ്ഞു പോകുന്ന കാഴ്ചകൾ ധാരാളം നമുക്ക് തിരുവനന്തപുരത്ത് കാണാം. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് എറണാകുളത്ത് ഉണ്ടായെന്നാണ് ഞാൻ കരുതുന്നത്. അവർ ചികിത്സിക്കാൻ അവിടെ വന്നു. കൊച്ചുകുട്ടിയുടെ ചികിത്സ നടക്കണം, ഉള്ള സാമ്പത്തികമായിട്ട് വന്നിട്ടുണ്ടാവും. എറണാകുളത്തെങ്ങും വീട് വാടകയ്ക്ക് ലഭിക്കാൻ വന്നപ്പം പെട്ടെന്ന് ചികിത്സയ്ക്ക് അവിടെ ആവശ്യാർത്ഥം വൃത്തായ വീട് വാടകയ്ക്ക് എടുത്തായിരിക്കും. പക്ഷെ അവരുടെ കൊക്കിലൊഴുങ്ങുന്ന രീതിയിൽ തന്നെ ആയിരിക്കാം വാടക കൊടുത്തിട്ട്. പക്ഷേ ഒരു മാസം 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാടക വരുന്ന രീതിയിൽ തന്നെയാണ് ആ കെട്ടിടത്തിൻ്റെ മട്ടുപ്പാവും കെട്ടിടവും ഒക്കെ നമുക്ക് കാണുമ്പം തോന്നുന്നത്. ഏതായാലും ഇവർ 2025 ഫെബ്രുവരിയിൽ അവിടെ വന്നെന്ന് പറയുന്നു. ചിലർ പറയുന്നു 2-3 മാസമേ ആയുള്ളൂ വന്നിട്ട്. ഇവർ വന്നു പോയിക്കൊണ്ടിരുന്നതാണോ എന്നൊക്കെ അറിയില്ല. കൊച്ചി വടുതലയിലെ ഈ ഒരു സംഭവം ആ നാടിനെ ഞെട്ടിച്ചു. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എന്ത് സംഭവിച്ചു 5 പേർക്ക് എന്ന് ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. അവിടെ ധാരാളം ആൾക്കാർ കൂടിയിട്ടുണ്ട്, പോലീസും വന്നിട്ടുണ്ട്. 5 പേരുടെ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി അത് പോസ്റ്റ്മോർട്ടത്തിലേക്ക് മാറ്റുകയാണ്. അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് വന്നോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും
വടുതലയും എറണാകുളത്തിനെയും ഞെട്ടിച്ച ഒരു സംഭവം തന്നെയാണ് ഈ കൂട്ടമായിട്ട് ഒരു വീട്ടിലെ മുഴുവൻ ജനങ്ങളും ഒന്നിച്ച് വിട പറഞ്ഞു പോകുന്നത്. എന്തായാലും ആ കുടുംബത്തിൻ്റെ അവർക്ക് എന്ത് സംഭവിച്ചു? സാമ്പത്തികമായിട്ടുള്ള ക്ഷയമായിരുന്നോ കാരണം? അതോ മറ്റു ചില കുടുംബ പ്രശ്നങ്ങളുണ്ടോ? എന്തായാലും ആ പെൺകുട്ടിയുടെ ഭർത്താവ് അടുത്ത കാലത്ത് മരിച്ചു. അതോടുകൂടി തന്നെ ആ കുടുംബം ചെതറിപ്പോയതായിട്ടാണ് മനസ്സിലാകുന്നത്. സാമ്പത്തികമായിട്ടും ആ കുട്ടികളുടെ അവരുടെ ജീവിത രീതികളിലെല്ലാം ഒന്നിച്ചൊരു സമയം മാറിപ്പോയിട്ടുണ്ടാവും. പിന്നെ ചികിത്സാർത്ഥം എറണാകുളത്ത് വന്ന് അവരുടെ സാമ്പത്തിക ഞെരുക്കത്തിനിടയിൽ കുട്ടിയെ ചികിത്സിക്കാൻ വരികയും സാമ്പത്തികമായി തകർന്നു പോവുകയും ചെയ്തു. നിവൃത്തിയില്ലാതെ വന്നപ്പം അവരെല്ലാവരും ഒന്നിച്ച് ജീവൻ വെടിഞ്ഞതായിട്ടാണ് കാണുന്നത്. കുട്ടികൾക്ക് 3 പേർക്കും ഏതോ വിഷം കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ആഹാരത്തിൽ വിഷം കൊടുത്തിട്ടായിരിക്കണം അത് ചെയ്തിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടത്തിൽ അത് നമുക്ക് കൃത്യമറിയാം. എന്തായാലും ആ കുട്ടികളുടെ അമ്മയും അവരുടെ വല്യമ്മയും ജീവൻ വെടിഞ്ഞ നിലയിൽ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത.